Hi friends, welcome back to my channel 1 Million Sheets. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഈസി ആയിട്ട് ഒരു ഫേസ് എങ്ങനെ വരച്ചെടുക്കാമെന്നാണ്. സ്റ്റെൻസിൽ ആയിട്ടുള്ള ഫേസസ് കേട്ടോ, റിയലിസ്റ്റിക് അല്ല. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എളുപ്പത്തിൽ എങ്ങനെയാണ് വരയ്ക്കാന്നുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരൊന്നും ഇതൊരിക്കലും യൂസ് ചെയ്യരുത്. ഇതൊരു എളുപ്പ വഴിയാണ്. നിങ്ങൾക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾക്കൊരു ഫ്രണ്ടിന് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് തന്നെ വരച്ചെടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഗ്രിഡ് മെത്തേഡും കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് ഒട്ടും പറ്റണില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. വരയ്ക്കാൻ പഠിക്കുന്ന ആഗ്രഹമുള്ളവർ ഒരിക്കലും ഇത് യൂസ് ചെയ്ത്, ഇതൊരു ഹാക്കാണ്. സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാൻ പഠിക്കാനുള്ളൊരു ഹാക്കാണ്. അല്ലാതെ ഇത് യൂസ് ചെയ്ത് ആർട്ട് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരിക്കലും ഇത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഫേസ് ആദ്യം സ്റ്റെൻസിലാക്കുന്നത് കാണിക്കാം, പിന്നെ അതെങ്ങനെ വരച്ചെടുക്കാമെന്ന് കാണിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം, നമുക്ക് ആ ഫോട്ടോ സ്റ്റെൻസിലാക്കി എടുക്കണം. അപ്പോൾ സ്റ്റെൻസിലാക്കി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് പിക്സാർട്ട് എന്ന് പറഞ്ഞൊരു ആപ്പാണ്. അപ്പോൾ ഞാൻ അതിന് പ്ലേ സ്റ്റോറിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തതാണ്. അപ്പോൾ അതാദ്യം തന്നെ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരാം. അപ്പോൾ ഇതിൻ്റെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാം. അപ്പോൾ അതുമ്പോൾ ആദ്യം ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരും. അതിലേറ്റ് ഫസ്റ്റ് ഓപ്ഷനായിട്ട് എഡിറ്റ് ഫോട്ടോ എന്ന് പറഞ്ഞാൽ ആ ഓപ്ഷൻ എടുക്കാം. അതിനുശേഷം ഗാലറി, അപ്പോൾ ഗാലറിയാണ് ഓപ്പൺ ആയി വരിക. അപ്പോൾ അതിൽ നമുക്ക് ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടത്, സ്റ്റെൻസിലാക്കേണ്ടത്, അത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും എളുപ്പമുള്ളൊരു വഴി ഞാൻ പറഞ്ഞുതരാം. താഴെ എഫക്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുക്കാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കിട്ടും. ഇനി നിങ്ങൾക്ക് ഞാൻ ഒരു മെത്തേഡും കൂടി പറഞ്ഞുതരാം. അതിനായിട്ട് ടൂൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൽ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ നമുക്കിങ്ങനെ സാച്ചുറേഷൻ, ക്ലാരിറ്റി അതൊക്കെ ഇങ്ങനെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ ആദ്യം തന്നെ ക്ലാരിറ്റി കൂട്ടി വയ്ക്കുന്നുണ്ട്. അതിനുശേഷം സാച്ചുറേഷൻ -100ലേക്ക് ഇടുക. അതിനുശേഷം ഇതുപോലെ ഷാഡോസും കോൺട്രാസ്റ്റൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇമേജ് എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം ഈ വാല്യൂസ് ഇടാനായിട്ട്. ഞാനിട്ട വാല്യൂസ് ഞാനിവിടെ സൈഡിൽ കൊടുക്കാം. നിങ്ങൾക്ക് അതുപോലെ ചെയ്ത് നോക്കാം. പക്ഷേ നിങ്ങളുടെ ഇമേജിനനുസരിച്ച് വേണം നിങ്ങൾ ഷാഡോസ് കുറയ്ക്കണോ കൂട്ടണോ എന്നൊക്കെ നോക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ മുകളിലുള്ള ടിക്ക് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ താഴെ വീണ്ടും ടൂൾസിൽ തന്നെ വരാം. അതിൽ കേർവ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൽ കേർവ് ഞാനിങ്ങനെ സെറ്റ് ചെയ്യണ പോലെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്റ്റെൻസിലായിട്ട് കിട്ടും. ഇനി മുകളിലുള്ള ആരോ ക്ലിക്ക് ചെയ്തിട്ട് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഇമേജ് ഗാലറിക്ക് സേവായി വരും. ഇനി നമുക്കിത് എങ്ങനെയാണ് പേപ്പറിൽ വരച്ചെടുക്കാൻ നോക്കാം. അതിനായിട്ട് നിങ്ങളൊരു വൈറ്റ് പേപ്പർ എടുക്കുക. അതിനുശേഷം നമ്മൾ സ്റ്റെൻസിലാക്കി വെച്ച ഇമേജ് നമ്മൾ ഫോണിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് സെലക്ട് ചെയ്യാം. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ പേപ്പറിൽ നമ്മൾ ഈ ഇമേജ് ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് എത്ര വലുപ്പത്തിലാണോ നിങ്ങൾക്ക് വരയ്ക്കേണ്ടത് ആ ഒരു വലുപ്പമാക്കിയിട്ട് നിങ്ങൾ ആ ഒരു ഫോട്ടോ ഇങ്ങനെ സൂം ചെയ്ത് വെക്കാം. അപ്പം ഞാൻ ഇത്രയും വലുപ്പത്തിലാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു വലുപ്പത്തിൽ സൂം ചെയ്ത് വെച്ചു. എന്നിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്തു. എല്ലാ പോർഷൻസ് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കാം. നമ്മൾ ഈ സ്ക്രീൻഷോട്ട് എടുത്ത ഇമേജ് എടുക്കാം. അതിനുശേഷം അത് നമ്മൾ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്യാം. നമ്മൾ വാൾപേപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പേപ്പറിൻ്റെ താഴെ ഇത് വെക്കണം. അതിന് മുമ്പ് നമ്മുടെ ഫോണിൻ്റെ ബ്രൈറ്റ്നസ് ഏറ്റവും കൂടുതലായിട്ട് വെക്കാം. എന്നിട്ട് നിങ്ങൾ മുകളിൽ വെക്കുമ്പോൾ നമുക്ക് ഈ ഇമേജ് ആ പേപ്പറിൻ്റെ മുകളിലേക്ക് തെളിഞ്ഞ് കാണാം. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് വരച്ചെടുക്കാം. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതുപോലെ ഏത് ഇമേജ് വേണമെങ്കിലും സ്റ്റെൻസിലാക്കാം. അതിനുശേഷം ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇത് ആർട്ട് ഇമ്പ്രൂവ് ചെയ്യണവരൊന്നും ഈ മെത്തേഡ് യൂസ് ചെയ്തത് അത് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരാൾ ഫോട്ടോ വരച്ചെടുക്കാനായിട്ട് അത്രയും ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ എന്തൊക്കെ മെത്തേഡ് യൂസ് ചെയ്തിട്ട് വരയ്ക്കാൻ പറ്റണില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അത് ജസ്റ്റ് ഒരു ഫോട്ടോ വരച്ചെടുക്കാനുള്ള ഹാക്ക് മാത്രമാണ്, അല്ലാണ്ട് ഡ്രോയിങ് ട്യൂട്ടോറിയൽ വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു മെത്തേഡ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ ഫുൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇത് സ്റ്റെൻസിൽ ഇമേജ് ആണല്ലോ, അപ്പോൾ ഒന്നല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് പെൻ വെച്ചിട്ടോ ഫുൾ ബ്ലാക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ മുകളിൽ കൂടെ വരച്ചെടുത്തതിലൊക്കെ ചെറിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഔട്ട്ലൈൻ ചെയ്യണ സമയത്ത് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഫുള്ള് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് ആദ്യം എടുക്കാം. അതിനുശേഷം ഒരു ബ്ലാക്ക് മാർക്കറോ അല്ലെങ്കിൽ ബ്ലാക്ക് സ്കെച്ച് വെച്ചിട്ട് അതിൽ ഈ ഫോട്ടോയിലുള്ള പോലെ ബ്ലാക്ക് കളറുള്ള സ്ഥലത്തൊക്കെ ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ കൊടുത്തെടുക്കാം.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.